ചോറ് ഒരു വില്ലനൊന്നും അല്ല. നമ്മൾ എടുക്കുന്ന അളവ് ഈ പറഞ്ഞ പോലെ അളവ് തന്നെയാണ്. ഒരു 2 തവി ചോറും ഒരു 4 ചപ്പാത്തിയും തരുന്ന എനർജി ഒന്ന് തന്നെയാ. അപ്പൊ ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ 6 ചപ്പാത്തി കഴിച്ചുകൊണ്ട് ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്കൊരു മാനസികമായിട്ട് നമ്മൾ ചോറ് അളവ് കുറയ്ക്കുമ്പോൾ ഒരു തവി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒരാള് 3-4 തവി കഴിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ എന്താവാനാന്ന് തോന്നും. ആ ഒരു മാനസികമായ ബുദ്ധിമുട്ടേ അവിടെ വരുന്നുള്ളൂ. ചപ്പാത്തിയോ ദോശയോ ഒക്കെ നമുക്ക് എണ്ണിയെടുക്കാം. അപ്പൊ അത് 2 ആണെങ്കിൽ 2 നിർത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ റൈസ് ആവുമ്പം കറി നല്ലതാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചോറും കൂടെ അങ്ങ് പോരും. അതുകൊണ്ടാണ് ആ ഒരു കൺട്രോളില്ലായ്മ വരുന്നത്. ചോറ് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ പറയാറില്ല. ചിലരുണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ചെടുത്താൽ അത് നിൽക്കില്ല, ഇനിയും കഴിച്ചാൽ തീരുള്ളൂ എന്ന് തോന്നുന്ന ആൾക്കാരോട് തൽക്കാലം വേണേൽ മാറ്റിക്കൊള്ളാൻ പറയും. അല്ലാതെ വെയിറ്റ് കൺട്രോളിനോ അല്ലെങ്കിൽ ഇതിനോ ചോറ് റൈസ് ഒരു നമുക്ക് കൺട്രോൾഡ് പോർഷനിലൊക്കെ പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു അളവ് പറയുവാണെങ്കിൽ ഒരു 200 ഗ്രാം, അതായത് ഒരു റൈസ് കട്ടറിന്റെ ഹീപ്പ് ചെയ്ത പോർഷൻ ഏതാണ്ട് അത്രയും വരും. അപ്പൊ അത് ഒരു നേരത്തെ മീലിൽ എടുക്കുവാണെങ്കിൽ അത് ചോറ് മാത്രമല്ല, അത്രയും തന്നെ അളവ് പയറിന്റെ വേണം. ഒരു പാം സൈസ് മീനോ ചിക്കനോ എടുക്കാം. നോർമലി ഉള്ള ഒരാൾക്കുണ്ടാവും കേട്ടോ, അസുഖങ്ങളുള്ള ആൾക്കാരുടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ പച്ചക്കറികൾ ആവശ്യത്തിന് അവിയൽ പോലത്തത് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ എടുക്കുക. തൈര് എടുക്കാം. ഇങ്ങനെയുള്ള എല്ലാം ആകുമ്പോഴത്തേക്കും ആ ഒരു തവി ചോറിന്റെ ആവശ്യമേ ഉള്ളൂ അവിടെ. നമ്മൾ ആദ്യം ചോറ് കൂടുതൽ കണ്ട് ശീലിച്ചുകൊണ്ടാണ് നമുക്ക് ഈ അളവ് കുറയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്.